തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരാണ് തോറ്റത്? LDF ശരിക്കും ജയിക്കുകയാണോ ചെയ്തത്? ഇന്നലത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം കണ്ടുകഴിഞ്ഞാൽ തോറ്റത് ആരാണെന്ന് നമുക്കൊരു സംശയം തോന്നും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ തിരിച്ചടി പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തുമെന്നാണ് പാർട്ടി സെക്രട്ടറി അന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നലെ പറഞ്ഞത് സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായം മാത്രമെന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് LDFന് ഉണ്ടായിട്ടുള്ളത്. ഈ സംബന്ധിച്ച് വിശദമായ പരിശോധന എല്ലാ തരത്തിലും നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം. അത്തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തിരിച്ചടികളെ അതിജീവിച്ച അനുഭവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊണ്ടുവരണം. 33.60% വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. ഇപ്പോൾ അത് 39.73% വോട്ടായി ഉയർന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 66,65,370 വോട്ടാണ് LDFന് ലഭിച്ചത്. ഇത്തവണ അത് 84,185,085 വോട്ടായി വർദ്ധിച്ചു. അതായത് 17,35,175 വോട്ടിന്റെ വർധനവാണ് ഉണ്ടായത്. ഏതാണ്ട് 60 നിയോജക മണ്ഡലങ്ങളിൽ LDFന് കൃത്യമായ ലീഡ് ഉണ്ട്. യഥാർത്ഥത്തിൽ BJPയെ പ്രതിരോധിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അന്ന് പറഞ്ഞു തിരിച്ചടികൾ പരിശോധിക്കും, തിരുത്തുമെന്ന്. ഇന്ന് കണക്കുകൾ വെച്ച് പറയുന്നു സർക്കാരിന് ഫുൾ മാർക്ക് എന്ന്. ഫുൾ മാർക്ക് കിട്ടിയാൽ ജയിക്കുകയല്ലേ വേണ്ടത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലെന്നാണ് ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ അവർ ജയിച്ചെന്നാ പറഞ്ഞത്, ഞങ്ങളാ തോറ്റെന്നാ പറഞ്ഞത്. UDF തോറ്റു എന്നാണ് ഇപ്പൊ വിശകലനം, അല്ലേ? അല്ല, ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ പത്ര സമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മളാണ് തോറ്റുപോയത്. UDF തോറ്റു, LDF ജയിച്ചു എന്നുള്ള മണ്ട് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം. എന്ത് ഗതികേടാണ് ഇതൊക്കെ ആൾക്ക് മനസ്സിലാക്കും. കോൺഗ്രസ് പ്രതിപക്ഷമാണെന്ന് വേണമെങ്കിൽ പറയാം. CPI നിങ്ങളുടെ ഘടകകക്ഷിയല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPIക്ക് ബോധ്യപ്പെട്ടു. തോൽവിയുടെ കാരണങ്ങൾ ഒന്നൊന്നായി ഇന്നലെ CPI സംസ്ഥാന നിർവാഹക സമിതിയിൽ ഉയരുകയും ചെയ്തു. PM ശ്രീ, വെള്ളാപ്പള്ളി, പിണറായിയുടെ വൺ മാൻ ഷോ, അങ്ങനെയെല്ലാം. പക്ഷേ CPMനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക അസാധ്യം.